എല്ലാവർക്കും എൻ്റെ ഈദ് ദിനാശംസകൾ. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈദ് ദിനാശംസകൾ. അപ്പം നമുക്കിന്ന് ഈദിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്പെഷ്യൽ തട്ടിക്കൊട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പം ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിലുള്ള ഇത്തിരി പോകുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഞാനുള്ള സവോളയൊക്കെ വറുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത്തിരി അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലൈം ജ്യൂസ്, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അതും പൊരിച്ചെടുത്തു. അതേ എണ്ണയിൽ തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ എൻ്റെ മസാലക്കൂട്ട്. അത് നമ്മുടെ എല്ലാ സ്പൈസസ് പ്ലസ് ഞാൻ കുറച്ച് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ് ഞാൻ ബിരിയാണി മസാലയായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, പിന്നെ പട്ട, അതോടൊപ്പം തന്നെ ജീരകങ്ങളെല്ലാം ഉണ്ട്. സാജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ രമ്പയില എന്ന് വെച്ചാൽ ബിരിയാണി ഇല, അതോടൊപ്പം തന്നെ ബേ ലീഫ്, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ അരി വേവിക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് എല്ലാ സ്പൈസസും ഇട്ട് വെള്ളം തിളച്ചു. നമ്മുടെ നാരങ്ങ നീരൊഴിച്ചു. അതിലോട്ടും രമ്പയിലയും ബേ ലീഫും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം നമ്മുടെ സബോളയൊക്കെ വഴന്നു വന്നു. അപ്പോൾ നമ്മുടെ പച്ചിലകളായിട്ടുള്ള പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തക്കാളിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ടൊമാറ്റോ സോസും യൂസ് ചെയ്ത് പിന്നെ ആ പൊടിയായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഇപ്പോൾ പൊടിച്ച് വെക്കുന്ന ആ ബിരിയാണി മസാലയും കൂടി മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് പാത്രം മാറ്റി അത് വലിയൊരു പാത്രത്തിലോട്ടാക്കി ആ പാത്രത്തിലിട്ട് നമ്മുടെ മസാലയിലോട്ട് പൊരിച്ച് വെച്ച ചിക്കനും ഇട്ട് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ നമ്മുടെ തൈര് ഒഴിച്ചേക്കുന്നത്. തൈരും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ മസാല സെറ്റായി. അപ്പോൾ നമ്മുടെ ഒരു പകുതി വേവായ റൈസും സെറ്റായി. അത് ഞാനിപ്പോൾ ലെയർ അടിക്കുകയാണ്. ഫസ്റ്റ് ലെയർ അടിച്ച ശേഷം അതിലോട്ട് വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സബോള വറുത്തതും നട്ട്സും അണ്ടിപ്പരിപ്പും കിസ്മിസ് അതെല്ലാം കൂടി ഇട്ടു. പിന്നെ ഞാനിതാ കുറച്ച് ഗ്രേവി എടുത്തിട്ട് അതിന് മുകളിലോട്ട് ഒഴിച്ചേക്കുന്നതാണ്. ഗ്രേവിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് റൈസിന് കിട്ടാൻ വേണ്ടി അതിലോട്ട് ഞാൻ ഒഴിച്ചേക്കുന്നതാണ്. പിന്നെ മല്ലിച്ചെപ്പും പുതിനച്ചെപ്പും എല്ലാം ഇട്ട് പിന്നെ നമ്മളുടെ നെയ്യും കൂടി ഇട്ട ശേഷം ഫോയിൽ പേപ്പർ വെച്ച് മൂടി ഒരു 20 to 30 മിനിറ്റ്സ് ചെറിയ തീയിൽ നമ്മൾ ദമ്മിൽ വെക്കുക. അതിന് ശേഷം ഞാനൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് പൊട്ടിച്ച് നോക്കിയത്. അപ്പം റൈസൊക്കെ നന്നായിട്ട് വിട്ട് നല്ല ഫ്ലേവറോടുകൂടിയാണ് എനിക്ക് കിട്ടിയിട്ട്. അധികം മസാലയൊന്നുമില്ല. പക്ഷേ തക്കാളിക്ക് ഇട്ടില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ല ഫ്ലേവറോടുകൂടി തന്നെ എനിക്കിത് കിട്ടി. ഇതിൽ ഞാൻ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ക്യാരറ്റും കൂടി വറുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടിയും നമ്മുടെ ബിരിയാണി മസാലയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. റൈസൊക്കെ വിട്ട് നല്ല അടിപൊളി ബിരിയാണി നമുക്ക് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ഈദിന് നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തട്ടിക്കൂട്ട് ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് സന്തോഷവും സമാധാനപരവുമായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും